ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കായികമേളകൾ യുവജനങ്ങളുടെ കഴിവ് വികസിപ്പിക്കുന്നതിനോടൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിനും നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ CNI സഭയുടെ റിഡംഷൻ കത്തീഡ്രൽ സന്ദർശിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാജ്യത്ത് മലേറിയ കേസുകൾ 80%-ലധികവും മരണങ്ങൾ 78% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ധനസഹായം നൽകുന്ന വജ്ര വിൽപ്പന തടയാനുള്ള സർട്ടിഫിക്കേഷൻ പദ്ധതിയായ കിംബർലി പ്രോസസിന്റെ അധ്യക്ഷസ്ഥാനം 2026 ജനുവരി 1 മുതൽ ഇന്ത്യ ഏറ്റെടുക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കായികമേളകൾ യുവജനങ്ങളുടെ കഴിവ് വികസിപ്പിക്കുന്നതിനോടൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിനും നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 സൻസദ് ഖേൽ മഹോത്സവത്തിന്റെ സമാപന ചടങ്ങിനെ വിർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സൻസദ് ഖേൽ മഹോത്സവിലൂടെ ആയിരക്കണക്കിന് കഴിവുറ്റ അത്ലറ്റുകളെ രാജ്യത്തിന് ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. हमारे देश के हर शहर में, हर गांव में टैलेंट का भंडार भरा हुआ है. आप एक नहीं, दो खेल, और सिर्फ खेल ही नहीं, आप उसमें शानदार प्रदर्शन कर रही है. आप दोनों खेलों की जो अच्छाई है उसे अपनी ताकत बनाइए. और जब कोई स्थिति आए कि आपको एक खेल चुनना है तो खूब सोच समझकर फैसला लीजिएगा. मेरी तरफ से आपको बहुत बहुत शुभकामनाएं, बहुत बहुत आशीर्वाद है. वणक्कम. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രിസ്മസിനെ വരവേറ്റ് ലോകം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്മസ് ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി ഡൽഹിയിലെ നോർത്ത് അവന്യൂവിലുള്ള CNI സഭയുടെ റിഡംഷൻ കത്തീഡ്രൽ ചർച്ച് സന്ദർശിച്ചു. രാവിലെ 8:30 ദേവാലയത്തിലെത്തിയ പ്രധാനമന്ത്രി കുർബാനയടക്കമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്നൌ സന്ദർശിക്കും. ഉച്ചയ്ക്ക് രാഷ്ട്ര പ്രേരണാ സ്ഥൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അടൽ ബിഹാരി വാജ്പേയി തന്റെ ജീവിതം മുഴുവൻ സദ്ഭരണത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനുമായി സമർപ്പിച്ചുവെന്ന് സമൂഹമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സദ്ഭരണത്തിന് പ്രാധാന്യം നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സദ്ഭരണ ദിനത്തിൽ വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസാന വരിയിലെ അവസാന വ്യക്തിക്ക് വരെ സേവനം നൽകുകയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് സദ്ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിക്കെത്തിയ എല്ലാവർക്കും ഗവർണർ ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേർന്നു. അഭ്യുദയ് മധ്യപ്രദേശ് വളർച്ചാ ഉച്ചകോടി മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി മോഹൻ യാദവ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. പരിപാടിക്കിടെ 2 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള നിക്ഷേപ പദ്ധതികൾക്കായി ഭൂമി അനുവദിക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായുള്ള വജ്ര വിൽപ്പന തടയാനും നിയമാനുസൃത വജ്രവ്യാപാരം സംരക്ഷിക്കുന്നതിനുമുള്ള സർട്ടിഫിക്കേഷൻ പദ്ധതിയായ കിംബർലി പ്രോസസിന്റെ അധ്യക്ഷസ്ഥാനം 2026 ജനുവരി 1 മുതൽ ഇന്ത്യ ഏറ്റെടുക്കും. സർക്കാരുകൾ, അന്താരാഷ്ട്ര ഡയമണ്ട് വ്യവസായം, സിവിൽ സൊസൈറ്റി എന്നിവ ഉൾപ്പെടുന്ന ത്രികക്ഷി സംരംഭമാണ് കിംബർലി പ്രോസസ്. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംരംഭം പ്രവർത്തിക്കുന്നത്. ഇത് 3ാം തവണയാണ് കിംബർലി പ്രോസസിന്റെ അധ്യക്ഷസ്ഥാനം ഇന്ത്യയെ തേടിയെത്തുന്നത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരടു പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. മേയർ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30-നുമാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 27 രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത തദ്ദേശ സ്ഥാപന അംഗങ്ങൾക്ക് മാത്രമേ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനും വോട്ട് ചെയ്യാനും കഴിയൂ. രാജ്യത്ത് മലേറിയ കേസുകൾ 80%-ലധികവും മരണങ്ങൾ 78%-വും കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹിയിൽ നടന്ന അഡ്വാൻസിംഗ് പബ്ലിക് ഹെൽത്ത് ഔട്ട്കംസ് ഫോറം 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ രോഗികളുടെ കയ്യിൽ നിന്നുള്ള ചിലവ് 69%-ൽ നിന്ന് 39%-ആയി കുറച്ചു. 2000 പേർക്ക് ഒരു ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ വീതം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Past 11 years, which is responsive government, which is responsible government, which is accountable government, and which is a government which wants to see the change in the common human life of an individual. And for that I can say that in the health sector, if you talk about, it has been a monumental leap which has taken place in the health sector as far as the technology is concerned, as far as the technology-driven facilities being provided to the individual and the innovation. ഇന്ന് പുലർച്ചെ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ സ്വകാര്യ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ 10ഓളം പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. ശബരിമല ശാസ്താവിന് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്ന തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയുടെ 3ാം ദിന യാത്ര തുടരുന്നു. തങ്കയങ്കി ഘോഷയാത്ര മയിലാടുപാറ കഴിഞ്ഞു. 4ാം ദിനമായ നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്ന തങ്കയങ്കയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര പത്തനംതിട്ടയുടെ നഗര ഗ്രാമവീഥികളെ ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമാക്കി 3ാം ദിനമായ ഇന്നും പര്യടനം തുടരുകയാണ്. വലിയ ഭക്തജന തിരക്കാണ് തങ്കയങ്കി കണ്ടുതൊഴാൻ സ്വീകരണ കേന്ദ്രങ്ങൾ തോറും കാണാൻ കഴിയുന്നത്. 23-ന് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഇന്ന് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ രാത്രി വിശ്രമത്തിനു ശേഷം രാവിലെ 8ഓടെയാണ് പുനരാരംഭിച്ചത്. 76 സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് 4ാം ദിനമായ നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 18 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 20 കുട്ടികളെ ഈ വർഷം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വീർ ബാൽ ദിവസ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുമെന്ന് വനിതാ ശിശു വികസന മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കായികമേളകൾ യുവജനങ്ങളുടെ കഴിവ് വികസിപ്പിക്കുന്നതിനോടൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിനും നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ CNI സഭയുടെ റിഡംഷൻ കത്തീഡ്രൽ സന്ദർശിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാജ്യത്ത് മലേറിയ കേസുകൾ 80%-ലധികവും മരണങ്ങൾ 78%-വും കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ.
ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ധനസഹായം നൽകുന്ന വജ്ര വിൽപ്പന തടയാനുള്ള സർട്ടിഫിക്കേഷൻ പദ്ധതിയായ കിംബർലി പ്രോസസിന്റെ അധ്യക്ഷസ്ഥാനം 2026 ജനുവരി 1 മുതൽ ഇന്ത്യ ഏറ്റെടുക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.